ആ ഫോട്ടോ പുറത്തു വന്നപ്പോൾ മുതൽ ലീഗിന്റെ സൈബർ പോരാളികൾ അങ്ങ് സ്വയം വിധി എഴുതി. ഇതിന്റെ പിന്നിൽ സഖാക്കളാണ്, ഇതിന്റെ പിന്നിൽ KTL ജലീലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള വാർത്തകളും തെറിവിളികളുമായിരുന്നു. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഇത് കിട്ടിയാൽ പണ്ട് VD സതീശൻ ഈ ചോദിച്ചതുപോലെ അല്ലല്ല, ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞ ദൃശ്യങ്ങൾ എല്ലാ ആളുകളും പ്രചരിപ്പിച്ചതാണ്. ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടിയ ആരാ പ്രചരിപ്പിക്കുക? എല്ലാവരും പ്രചരിപ്പിക്കും. ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടിയ ആരാ പ്രചരിപ്പിക്കുക? എല്ലാവരും പ്രചരിപ്പിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ പ്രചരിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? ആ കൂട്ടത്തിൽ കിട്ടിയപ്പോൾ നമ്മളും ആവേശം കൊണ്ടെടുത്ത് പ്രചരിപ്പിച്ചു. പക്ഷെ പിന്നീടാണ് അത് AI ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ അറിയാൻ പറ്റാത്തത് കൊണ്ട് പോസ്റ്റുകളൊക്കെ നമ്മൾ പിൻവലിച്ചു. അതിന്റെ പേരിൽ കേരളത്തിലെ സഖാക്കൾ ഞാനടക്കം ഒരുപാട് തെറിവിളി കേട്ടു. സ്നേഹപൂർവ്വം ഒരു കാര്യം ചോദിക്കട്ടെ പാണക്കാട് കുടുംബാംഗങ്ങളോട്. ജനുവരി മാസത്തിൽ ഒരു വ്യക്തി നിങ്ങളെ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാമായിരുന്നു. ഇനി കേസ് കൊടുത്ത് മറ്റുള്ളവർ അറിഞ്ഞ് നാണക്കേടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ സൂപ്പർ സ്റ്റാർ ദിലീപിനെ പിടിച്ച് അകത്തിട്ട, ഫ്രാങ്കോ മുളയ്ക്കലച്ചനെതിരെ പിടിച്ച് അകത്തിട്ട, PC ജോർജിനെ പിടിച്ച് അകത്തിട്ട, കമറുച്ച MLA പിടിച്ച് അകത്തിട്ട, അങ്ങനെ പല പ്രഗത്ഭരെയും പിടിച്ച് അകത്തിട്ട പിണറായി വിജയൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനും പാണക്കാട് കുടുംബാംഗങ്ങളുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ്. ആരും അറിയാതെ ഒരു ഫോൺ കോൾ പിണറായി വിജയന്, എനിക്ക് ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട്, എന്നെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്, ഇത് പുറത്തറിയാതെ ഒന്ന് ഇടപെട്ട് ആ പ്രതിയെ പിടികൂടണമെന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇരുചെവി അറിയാതെ ഈ പ്രതിയെ പിടിച്ച് അകത്തിടുമായിരുന്നു. നിങ്ങൾക്ക് പേടിക്കാനുള്ളത് എന്തോ മുഹമ്മദ് റോഷന്റെ കയ്യിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഞാനിത് ഉറപ്പിച്ചു പറയാൻ കാരണം. ഇനി ഞാൻ പറയുന്നത് സഖാക്കളെ മുഴുവൻ തെറിവിളിച്ചുകൊണ്ട് നടക്കുന്ന ലീഗിന്റെ സൈബർ പോരാളികളോടും കേരളത്തിലെ പൊതുസമൂഹത്തിനോടും എനിക്ക് പറയാനുള്ളത്, മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന വ്യക്തി ഇടതുപക്ഷക്കാരനോ ഇടതുപക്ഷക്കാരന്റെ വീട്ടിനടുത്തൂടെ പോയവനോ അല്ല. നല്ല ഒന്നാം തരം MSF കാരനായിരുന്നു. പാണക്കാട് കുടുംബാംഗങ്ങളുമായിട്ട് മുഹമ്മദ് റോഷനും മുഹമ്മദ് റോഷന്റെ പിതാവിനും ഭയങ്കരമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തികളായിരുന്നു. എങ്ങനത്തെ ബന്ധമെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഇവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങളുടെ പേരിൽ ഇവർ പല രീതിയിലുള്ള തെറ്റായ ബന്ധങ്ങളിലൂടെയും പോയിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം അവർക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം, 5 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2021 ജൂലൈ മാസം 16-ാം തീയതി ഒരു വീഡിയോ പുറത്തിറങ്ങി. പാണക്കാട് കുടുംബാംഗമായ മരിച്ചുപോയ പാണക്കാട് ശിഹാബ് അലി തങ്ങളുടെ മൂത്ത മകനായ പാണക്കാട് ബഷീർ അലിയുടെ ഒരു IMO വീഡിയോ കോൾ പുറത്തിറങ്ങിയിരുന്നു. ഈ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന വ്യക്തി വളരെ ഗുരുതരമായ ഒരു ആരോപണം പാണക്കാട് കുടുംബാംഗമായ പാണക്കാട് ബഷീർ അലിക്കെതിരെ ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, പാണക്കാട് ബഷീർ അലി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ കേരളത്തിലെത്തിച്ച് ശാരീരികപരമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് ഇന്ന് വരെയും അതിനെതിരെയും ഒരു കേസ് കൊടുത്തിട്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത് രാഷ്ട്രീയമോ മതപരമായോ കാര്യങ്ങളൊന്നുമല്ല. മുഹമ്മദ് റോഷനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ തീർച്ചയായിട്ടും പാണക്കാട് കുടുംബാംഗങ്ങളിൽപ്പെട്ട പലതും മുഹമ്മദ് റോഷന്റെ കയ്യിലുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളം കത്തിക്കാനും അതിനകത്തിട്ട് കേരളത്തിലെ സഖാക്കളെ മുഴുവൻ ചുട്ടരിക്കാനും കാത്തിരുന്ന ലീഗിന്റെ സൈബർ പോരാളികൾക്ക് വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും പാണക്കാട് കുടുംബാംഗവുമായ ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. തെറ്റായ രീതിയിലുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോ പുറത്തു വന്നപ്പോൾ മുതൽ ലീഗിന്റെ സൈബർ പോരാളികൾ അങ്ങ് സ്വയം വിധി എഴുതി. ഇതിന്റെ പിന്നിൽ സഖാക്കളാണ്, ഇതിന്റെ പിന്നിൽ KTL ജലീലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിലുള്ള വാർത്തകളും തെറിവിളികളുമായിരുന്നു. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഇത് കിട്ടിയാൽ പണ്ട് VD സതീശൻ ഈ ചോദിച്ചതുപോലെ അല്ലല്ല, ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞ ദൃശ്യങ്ങൾ എല്ലാ ആളുകളും പ്രചരിപ്പിച്ചതാണ്. ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടിയ ആരാ പ്രചരിപ്പിക്കുക? എല്ലാവരും പ്രചരിപ്പിക്കും. ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടിയ ആരാ പ്രചരിപ്പിക്കുക? എല്ലാവരും പ്രചരിപ്പിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയാൽ പ്രചരിപ്പിക്കാതിരിക്കാൻ പറ്റുമോ? ആ കൂട്ടത്തിൽ കിട്ടിയപ്പോൾ നമ്മളും ആവേശം കൊണ്ടെടുത്ത് പ്രചരിപ്പിച്ചു. പക്ഷെ പിന്നീടാണ് അത് AI ആണോ ഒറിജിനൽ ആണോ എന്നൊക്കെ അറിയാൻ പറ്റാത്തത് കൊണ്ട് പോസ്റ്റുകളൊക്കെ നമ്മൾ പിൻവലിച്ചു. അതിന്റെ പേരിൽ കേരളത്തിലെ സഖാക്കൾ ഞാനടക്കം ഒരുപാട് തെറിവിളി കേട്ടു. വീട്ടിലിരിക്കുന്ന മാതാവിനെയൊക്കെ, ഇവർക്ക് പിന്നെ ലീഗിന്റെ സൈബർ പോരാളികൾക്ക് പിന്നെ രാഷ്ട്രീയം പറയാൻ അറിയില്ല. അവർക്ക് അറിയാവുന്ന ആകെ ഒന്ന് സഖാക്കന്മാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും നല്ല പച്ച തെറി വിളിക്കുക. അത് പോട്ടെ, നമ്മൾ കാര്യത്തിൽ നിന്ന് വഴിവിട്ട് പോകണ്ട. അപ്പോ അങ്ങനെയായിരുന്നു. ഇന്നിപ്പോ വാർത്ത പുറത്തു വന്നു, ഇതിന്റെ പിന്നിലായിരുന്ന വ്യക്തിയെ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് കേരള പോലീസിന് സൂചനകൾ കിട്ടി. ആളിനെ പിടികിട്ടിട്ടില്ല, ഒളിവിലാണ്. മാത്രമല്ല, ഇതാദ്യമല്ല. ജനുവരി മാസത്തിൽ ഈ പറയുന്ന പാണക്കാട് കുടുംബാംഗങ്ങളെ ഇത് കാണിച്ച് 15 കോടി രൂപ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നും ഇന്നത്തെ വാർത്തകളിൽ പറയുന്നുണ്ട്. സ്നേഹപൂർവ്വം ഒരു കാര്യം ചോദിക്കട്ടെ പാണക്കാട് കുടുംബാംഗങ്ങളോട്. ജനുവരി മാസത്തിൽ ഒരു വ്യക്തി നിങ്ങളെ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാമായിരുന്നു.
ഇനി കേസ് കൊടുത്ത് മറ്റുള്ളവർ അറിഞ്ഞ് നാണക്കേടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുവെങ്കിൽ സൂപ്പർ സ്റ്റാർ ദിലീപിനെ പിടിച്ച് അകത്തിട്ട, ഫ്രാങ്കോ മുളയ്ക്കലച്ചനെതിരെ പിടിച്ച് അകത്തിട്ട, PC ജോർജിനെ പിടിച്ച് അകത്തിട്ട, കമറുച്ച MLA പിടിച്ച് അകത്തിട്ട, അങ്ങനെ പല പ്രഗത്ഭരെയും പിടിച്ച് അകത്തിട്ട പിണറായി വിജയൻ, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയനും പാണക്കാട് കുടുംബാംഗങ്ങളുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലാണ്. ആരും അറിയാതെ ഒരു ഫോൺ കോൾ പിണറായി വിജയന്, എനിക്ക് ഇങ്ങനെ ഒരു ഭീഷണിയുണ്ട്, എന്നെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്, ഇത് പുറത്തറിയാതെ ഒന്ന് ഇടപെട്ട് ആ പ്രതിയെ പിടികൂടണമെന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇരുചെവി അറിയാതെ ഈ പ്രതിയെ പിടിച്ച് അകത്തിടുമായിരുന്നു. പക്ഷെ നിങ്ങൾ അന്നും അത് ചെയ്തില്ല. ഈ ഫോട്ടോ പുറത്തു വന്ന് നിങ്ങൾ പരാതി കൊടുത്തപ്പോൾ പോലും ഈ ഒരു കാര്യം നിങ്ങൾ സൂചിപ്പിച്ചില്ല. എന്തുകൊണ്ട് സൂചിപ്പിച്ചില്ല എന്ന് സംശയിച്ചാൽ നിങ്ങൾക്ക് പേടിക്കാനുള്ളത് എന്തോ മുഹമ്മദ് റോഷന്റെ കയ്യിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ഞാനിത് ഉറപ്പിച്ചു പറയാൻ കാരണം, ഇനി ഞാൻ പറയുന്നത് സഖാക്കളെ മുഴുവൻ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന ലീഗിന്റെ സൈബർ പോരാളികളോടും കേരളത്തിലെ പൊതുസമൂഹത്തിനോടും എനിക്ക് പറയാനുള്ളത്, മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന വ്യക്തി ഇടതുപക്ഷക്കാരനോ ഇടതുപക്ഷക്കാരന്റെ വീട്ടിനടുത്തൂടെ പോയവനോ അല്ല. നല്ല ഒന്നാം തരം MSF കാരനായിരുന്നു. പാണക്കാട് കുടുംബാംഗങ്ങളുമായിട്ട് മുഹമ്മദ് റോഷനും മുഹമ്മദ് റോഷന്റെ പിതാവിനും ഭയങ്കരമായിട്ടുള്ള ബന്ധമുള്ള വ്യക്തികളായിരുന്നു. എങ്ങനത്തെ ബന്ധമെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ബിസിനസ് പരമായിട്ടും ഇവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധങ്ങളുടെ പേരിൽ ഇവർ പല രീതിയിലുള്ള തെറ്റായ ബന്ധങ്ങളിലൂടെയും പോയിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം അവർക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു ചോദ്യം, 5 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2021 ജൂലൈ മാസം 16-ാം തീയതി ഒരു വീഡിയോ പുറത്തിറങ്ങി. പാണക്കാട് കുടുംബാംഗമായ മരിച്ചുപോയ പാണക്കാട് ശിഹാബ് അലി തങ്ങളുടെ മൂത്ത മകനായ പാണക്കാട് ബഷീർ അലിയുടെ ഒരു IMO വീഡിയോ കോൾ പുറത്തിറങ്ങിയിരുന്നു. ആ വീഡിയോ കോളിനെതിരെ ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് വരെ പാണക്കാട് കുടുംബാംഗങ്ങളോ ലീഗിന്റെ നേതാക്കളോ ഒരു കേസ് പോലും എവിടെയും ചാർജ് കൊടുത്തിട്ടുമില്ല, എവിടെയും ചാർജ് ചെയ്തിട്ടുമില്ല. മാത്രമല്ല, അന്ന് ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഈ മുഹമ്മദ് റോഷൻ എന്ന് പറയുന്ന വ്യക്തി വളരെ ഗുരുതരമായ ഒരു ആരോപണം പാണക്കാട് കുടുംബാംഗമായ പാണക്കാട് ബഷീർ അലിക്കെതിരെ ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, പാണക്കാട് ബഷീർ അലി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്ത്രീകളെ കേരളത്തിലെത്തിച്ച് ശാരീരികപരമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന്. ഇന്ന് വരെയും അതിനെതിരെയും ഒരു കേസ് കൊടുത്തിട്ടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇത് രാഷ്ട്രീയമോ മതപരമായോ കാര്യങ്ങളൊന്നുമല്ല. മുഹമ്മദ് റോഷനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ തീർച്ചയായിട്ടും പാണക്കാട് കുടുംബാംഗങ്ങളിൽപ്പെട്ട പലതും മുഹമ്മദ് റോഷന്റെ കയ്യിലുണ്ട്. സത്യസന്ധമായി തന്നെ ഈ കേസ് അന്വേഷിക്കണം. പാണക്കാട് കുടുംബാംഗങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കളിക്കരുത്. ഇതിൽ രാഷ്ട്രീയമില്ല. കേരളത്തിലെ പൊതുസമൂഹത്തെ മുൾമുനയിൽ നിർത്തി കേരളത്തിലെ പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു നീക്കുപോക്ക് ഒരിക്കലും ഉണ്ടാകരുത്. കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് ഇതിന്റെ പുറകെ പോകാൻ സമയമില്ല. ഇലക്ഷനാണ്, നമുക്ക് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മറ്റൊന്നുമായിരുന്നില്ല, സഖാക്കന്മാരാണ് ഇതിന്റെ പിന്നിലെന്ന് സ്വയം വിധി എഴുതിയ കുണ്ടാട്ട് അസറപ്പിനെ പോലെ, അസറപ്പ് പച്ചപ്പടയെ പോലെ, കുണ്ടിലങ്ങാടി റഷീദിനെ പോലെ കുറെ സൈബർ പോരാളികൾ തലങ്ങും വിലങ്ങും ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റിട്ട് അർമാദിക്കുകയായിരുന്നു. എന്തായാലും അവരുടെ വിഷമത്തിൽ ഈ കാര്യത്തിൽ സഖാക്കന്മാരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വാർത്തകൾ പോയ സ്ഥിതിക്ക് അവരുടെ വിഷമത്തിൽ സഖാവെന്നുള്ള നിലയിൽ ഞാനും പങ്കുചേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.